ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമുക്ക് ഒരു റിസപ്ഷൻ വീഡിയോ ആണ്. ശ്രീകുട്ടൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷന് പോവാണ് നമ്മൾ. ഇപ്പോൾ 12 മണി. ഞങ്ങൾക്ക് വൈകുന്നേരമാണ് റിസപ്ഷൻ. കോട്ടയത്ത് വെച്ചിട്ടാണ്, അതുകൊണ്ട് നേരത്തെ പോവാണ്. അപ്പോൾ പോവാം നമുക്ക്. നമ്മുടെ പാർട്ടി വെയർ ആയിട്ടുള്ള ഈ 3 ഡ്രസ്സും എടുത്തത് ജയലക്ഷ്മിയിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ ഷോപ്പിംഗ് വ്ളോഗ് കണ്ട ആൾക്കാർക്ക്, കല്യാണത്തിന്റെ ഷോപ്പിംഗ് വ്ളോഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായി ഓൾറെഡി. അപ്പൊ അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. റെഡിമെയ്ഡ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ സൈസിനനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തോളൂ. എൻ്റെ പക്ക കറക്റ്റ് ആയിരുന്നു. ലാർജ് സൈസ് എടുത്തേ, അത് പക്കയായിരുന്നു എനിക്ക്. ജാനുവിൻ്റെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു. അംശുവിൻ്റെ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി പോട്ടയിലേക്ക് പോകണം. പോട്ടയിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഒരു ടൂറിസ്റ്റ് ബസ് പോലത്തെ, നമ്മുടെ ശരത്തിൻ്റെ മെജസ്റ്റിക് എന്ന് പറഞ്ഞ ടൂർ പാക്കേജൊക്കെ ചെയ്യുന്ന ശരത്തിൻ്റെ വണ്ടിയാണ് സെറ്റാക്കിയേക്കണേ. നമ്മുടെ ഫ്രണ്ടാണ്. നമ്മൾ ഊട്ടിക്ക് ട്രിപ്പ് പോയതും മിക്ക ട്രിപ്പുകളും അവൻ്റെ വണ്ടിയിലാണ് പോകാറുള്ളത്. അപ്പോൾ ആളാണ് അത് സെറ്റാക്കി തന്നെ. അപ്പോൾ ആ വണ്ടി പോട്ടയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് പോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോട്ടയിലെത്തി എല്ലാവരെയും കയറ്റിയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് വലിയൊരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോവാം. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. കോട്ടയം വരെ അങ്ങോട്ട് എത്തണ്ടേ. അങ്ങോട്ട് പോകുമ്പോൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചാൽ എന്താവും എൻ്റെ മുടിയും മുഖമൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഞങ്ങൾ ഫസ്റ്റ് എത്തി, ഇവരാരും എത്തിയിട്ടില്ല. സുന്ദരിയും സുമുഖയും. എത്ര വയസ്സായി? കല്യാണമേ ആലോചിക്കില്ലാത്ത രമ്യ ചേച്ചി. രമ്യ ചേച്ചി ആരുടെ വ്ളോഗിൽ കണ്ടൂല? മറ്റേ അങ്ങനെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിറ്റന്മാരും എല്ലാവരും പോട്ടയിൽ ഓൾറെഡി എത്തിയിട്ടുണ്ടായി. പോട്ടേന്ന് നമ്മുടെ പോട്ട ജംഗ്ഷനിലേക്ക് പോട്ടയിലെത്തി മീൻസ് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാ എല്ലാവരും ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. മാമൻ വെളിച്ചേൻ അച്ഛൻ ഫോൺ എടുക്കാൻ പോയത് വണ്ടിയിലേക്കാണോ വീട്ടിലേക്കാണോ? അച്ഛനെ കണ്ട അവിടെ? സുബുദേച്ചി അച്ഛനെ കണ്ട അവിടെ? അച്ഛനെ കണ്ട അവിടെ താഴെ? ഈ കുപ്പികളൊക്കെ നന്നായിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ സൂം ചെയ്തെടുക്കും. അമ്മൂട്ടി കിട്ടിയ ഫോൺ. ഇതെന്റെ ഗീതവല്യമ്മയാണ് കേട്ടാ. കമോൺ ഗീതവല്യമ്മ. അയ്യോ ആ അമ്മയില്ലേ? നമസ്കാരം. എടുത്തു വെക്കട്ടെ, കവർ എടുത്ത് വെക്കട്ടെ. മോൾക്ക് വെള്ളം ദാഹം വന്നു എന്നും പറഞ്ഞിട്ട് ഇതേ അച്ഛനും മോളും കൂടി എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടാ. നമ്മുടെ ജഗപ്പനും കുഞ്ഞനും സ്മൃതിച്ചൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ജഗപ്പൻ ആരും കണ്ടല്ലെന്ന് വിചാരം. സ്മിതച്ചിട്ടേ കേറിങ്ങോട്ട്. ലൈവിൽ വന്നിട്ട് പോന്നില്ലേന്ന് ചോദിച്ചു. നിങ്ങളല്ലേ ഏറ്റവും ലാസ്റ്റ് എത്തി. എന്നിട്ട് നീ ലൈവിൽ വന്നിട്ട് പോന്നില്ലേന്ന് ചോദിച്ചിട്ട് നീ ഇപ്പോഴാണ് വരണത്. ഞങ്ങൾ എപ്പ വന്നിരിക്ക? അല്ല ആ പോരെ. ആ ഫോണൊക്കെ കണ്ടു, നന്നായിണ്ട്. കുഞ്ഞച്ചൻ പുതിയ ഫോൺ വാങ്ങിച്ചിട്ട് കാണിച്ചേ. കുഞ്ഞച്ചൻ അന്ന് ഇവരൊന്നും കുട്ടികളെ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഇങ്ങനെ കാണിച്ചപ്പോ. എട്ട് പിറന്നാളാ അവരെ കഴിഞ്ഞാലുള്ള വൈകിട്ട് വരും വണ്ടിയില് ബാക്കില് അല്ല കുഞ്ഞത്തിന്റെ എതിരെ അഭിപ്രായം ഒരിക്കലും ഇല്ല. നല്ലൊരു അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും പക്ഷെ ആവശ്യത്തിന് മരുന്നൊന്നും പറയുന്നു അതുപോലെ അറിയില്ല. ആവശ്യം മരുന്ന് ഇത് ഞാൻ അച്ഛനോട് പറയാണ്ട് സർപ്രൈസ് ആയിട്ട് അച്ഛന് വേണ്ടി ഒരു ഫോൺ വാങ്ങിച്ചതാട്ടാ. എൻ്റെ ഓരോ തവണത്തെ യൂട്യൂബ് ഇൻകം വരുമ്പോഴും എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. എനിക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്. അതിലത്തെ ആദ്യത്തെ ലിസ്റ്റ് എൻ്റെ വിജയമാമൻ്റെ ആയിരുന്നു. അത് ഞാൻ ഓണത്തിന് സാധിച്ചു. അടുത്ത ലിസ്റ്റ് ഇതാ എൻ്റെ അച്ഛൻ്റെയാണ്. അപ്പം അതും ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷമൊക്കെ ഭയങ്കര വലുതാണ്. ഇത് വലിയ വിലയുടെ ഫോണും കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ എൻ്റെ അച്ഛന് എൻ്റെ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അത് അച്ഛൻ്റെ സന്തോഷവും അതൊക്കെ അത്രേ ഉള്ളൂ. സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വൈകുന്നേരം ഇതിനെ ബാക്കി സംസാരിക്കുന്നതാണ്. നമ്മളുണ്ടാക്കിയ പൈസ കൊണ്ട്, അത് ചെറുതും വലുതൊക്കെ ആയിക്കോട്ടെ, നമ്മളുണ്ടാക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ആഗ്രഹമുള്ള നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഓരോന്ന് സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്കും അവർക്കും ഉണ്ടാകുന്ന ആ സന്തോഷല്ലേ, ഓ അതിൽ കിട്ടുന്ന ഒരു കിക്കൊന്ന് വേറെയാണ് അല്ലേ. ഞാൻ ഐഫോൺ എടുത്തപ്പോഴേ പ്രശാന്ത് ഏട്ടന്റെ പഴയ ഐഫോൺ മാറ്റി 17 Pro എടുക്കാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്റെ ഫോൺ കേടാവട്ടെ, അപ്പൊ ഞാൻ നിന്നോട് പറയാന്നാണ് പ്രശാന്ത് ഏട്ടൻ പറഞ്ഞേക്കണേ. എന്റെ ലൈഫില് ഭയങ്കര പ്രിയപ്പെട്ട ആൾക്കാരും കൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര പോണേട്ടാ. ഈ ബസ്സിനുള്ളിലുള്ള ഓരോരുത്തരും
എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ആൾക്കാരാണ്. ഈ ബസ്സിൻ്റെ ഉള്ളിൽ കൊള്ളണ ആൾക്കാർ മാത്രമല്ല, വേറെ കുറേ ആൾക്കാരുണ്ട് ട്ടോ എൻ്റെ ലൈഫിൽ പ്രിയപ്പെട്ടത്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കണ ആൾക്കാർ എൻ്റെ അമ്മ, അച്ഛൻ, അച്ഛൻ്റെ ബാക്കിലിരിക്കുന്നത് സ്മിതച്ചിറ്റ, കൃഷ്ണകുട്ടി കുഞ്ഞച്ഛൻ, പിന്നെ ദേ ആ രണ്ട് തല കാണില്ലേ, അതെൻ്റെ 2 വല്യമ്മമാര്. പങ്കജവല്യമ്മയുടെ അച്ചാറിൻ്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, അതാണ് പങ്കജവല്യമ്മ. പിന്നെ ഗീതവല്യമ്മ, ദേ അമ്മ നടുക്ക് നിൽക്കുന്നുണ്ട്. ഈ കൈ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായത് വിജയമ്മാമനും വല്യച്ഛനാണ്. പിന്നെ അമ്മയുടെ കൂടെ ആ സെന്ററിൽ നിൽക്കണില്ലേ, അതാണ് സന്ധിച്ചിറ്റ. നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കാനുള്ള മൂഡിൽ ഇരിക്കുകയാണ് എല്ലാവരും കേട്ടാ. സന്ധിച്ചിട്ട് അതാ ഡാൻസ് തുടങ്ങി മക്കളെ. നമ്മള് പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, തിരിച്ചു വരല്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും കളിക്കാനൊരു മടി. എന്താന്ന് വെച്ചാൽ മേക്കപ്പും ഹെയർ സ്റ്റൈലും സംഭവങ്ങളെല്ലാം അങ്ങോട്ട് മോശമായാലോ. എന്നാലും കുറച്ച് നമുക്കൊന്ന് കളിക്കാന്നേ എന്നും പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചോണ്ടിരിക്കുക കേട്ടാ. പിന്നെ ഞങ്ങള് ഒന്ന് വിശർത്തപ്പോ തന്നെ എല്ലാവരും തീരുമാനിച്ചു, ഇനി വേണ്ട, ഇനി പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമുക്ക് തകർക്കാന്ന്. എന്താന്ന് വെച്ചാ നമ്മള് വിശർത്ത് കുളിച്ച് നമ്മുടെ ലുക്കൊക്കെ പോയി അവിടെ ചെന്ന് കേറിയ അത് മോശല്ലേ. അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഇനി സുമതി വളവ് സിനിമ കാണാന്ന് തീരുമാനിച്ചു. വന്നല്ലോ ജാനുകുട്ടി വന്നല്ലോ മുതല എന്റെ പ്രശാന്തേട്ടൻ ഒരു നിമിഷ കവിയാണ് കേട്ടാ. പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ സുമതി വളവ് സിനിമയെ OTT വന്നപ്പോഴേ പ്രശാന്തേട്ടന് ഞാൻ ചെറിയ പിണക്കത്തിലിരിക്കായിരുന്നേ. അപ്പൊ പ്രശാന്തേട്ടൻ ആ സിനിമ ഒറ്റയ്ക്ക് ഇരുന്നാ കണ്ടു. എനിക്കാണെങ്കിൽ ഈ പ്രേതങ്ങളുള്ള സിനിമകൾ ഒറ്റയ്ക്ക് കാണാൻ ഭയങ്കര പേടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ സിനിമ ഇതുവരെ കണ്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും ഉള്ള സമയത്ത് ഇതിലിട്ടാ നമുക്ക് പേടിയാവില്ലല്ലോ, പകൽ സമയമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ആ സിനിമയിലിട്ടെ.
പക്ഷെ സത്യം പറയാലോ ഒന്നും പേടി വരുത്തുന്ന രീതിയിൽ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടാ. അത് ചിലപ്പോൾ ഇത്ര ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് കാണുന്നോണ്ടായിരിക്കും ആ ഒരു ധൈര്യം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഹാളിലേക്കാണ് പോവാന്ന് വിചാരിച്ച, പിന്നെ വീട്ടിൽ കയറിയിട്ട് വീടൊക്കെ കാണാത്തവരൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അവരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഏതോ ഒരു വഴിയിൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കി വണ്ടിക്കാരെ നിർത്തി. അവിടെ നിന്ന് കുറച്ചുള്ളൂ എന്നിട്ട് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ ഭയങ്കര വെള്ളക്കെട്ടൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് വഴി മാറിപ്പോയി, ഞങ്ങൾ വരേണ്ട വഴിക്കല്ല വന്നത്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മുടെ ദേവികക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് കാറൊക്കെ വിട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാറിൽ കയറി വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പൊ ദേ ഇവരുടെ സാഹസികതയാണ് ഈ കണ്ടോണ്ടിരിക്കണേ. ഈ വെള്ളമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങൾ ഇതിലും വലിയ മതിൽ ചാടിയ ആൾക്കാരാന്നും പറഞ്ഞിട്ട് ആ മതിലിന്റെ മുകളിൽ കൂടെ ഒറ്റടി വെച്ച് നടക്കുകയാണ് കേട്ടോ അമ്മൂട്ടി. രണ്ടാമത്തെ അമ്മൂട്ടി ഇതേ ഓടുകയാണ് കേട്ടാ. ഒന്നും മാറി നിക്കടി, ഞാൻ ഓടട്ടെ എന്ന് പറയാണ്. ഇത് രണ്ടും അമ്മുക്കുട്ടിയോളാണ്, രണ്ടും എൻ്റെ ചിറ്റമാരുടെ മക്കളാണ്. ഒരെണ്ണം സന്ധ്യച്ചിറ്റയുടെ, മുമ്പിൽ പോണത് നമ്മുടെ ദേവിച്ചിറ്റയുടെ പ്രൊഡക്റ്റ് കേട്ടാ. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വേറൊരു ഉദ്ദേശം കൂടി കൊണ്ടിട്ടാണ്. എങ്ങാനും ഇവരങ്ങനെ നേരെ പോകുമ്പോൾ ഈ സൈഡിലോട്ട് എങ്ങാനും ചിരിഞ്ഞാൽ വെള്ളത്തിൽ വീണ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ എൻ്റെ ഉണ്ടെന്ന് പറയാലോ. അതൊന്നുമല്ല, ചുമ്മാ പകർത്തിന്നുള്ളൂ കേട്ടാ. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ധൈര്യത്തിൽ ഇതേ ബാക്കിൽ വെള്ള ഡ്രസ്സും ഇട്ട് നന്ദൂട്ടനും ഉണ്ട് കേട്ടാ. അങ്ങനെ കുറേ സമയമെടുത്ത് ഒറ്റടി വെച്ച് അവരാറ്റത്ത് എത്തിയപ്പോഴത്തേക്കും നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള കാർ എത്തിയിട്ട. എന്നിട്ടും അവരവരുടെ മിഷൻ എന്താ പറയാ പിന്നോട്ടില്ലാന്നും പറഞ്ഞിട്ട് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയാൽ ആ കാണുന്നതാണ് വീടെന്നാണ് ആള് പറഞ്ഞു കൊടുക്കണേട്ടാ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ആ കാറിൽ കയറി നമ്മുടെ ദേവികക്കുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ചായ കുടിക്കാനും വീട് കാണാനുള്ള തിരക്കിൽ കൂടി നടക്കായിരുന്നു. ഞാൻ ദേവിക എവിടെയാണെന്ന് വെച്ചാൽ ആ റൂമിൽ പോയിട്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് ഈരി സെറ്റാക്കി മുഖത്തൊരിത്തിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടൊന്ന് സെറ്റാവാൻ വേണ്ടി പോയതാണ് കേട്ടോ. അമ്മൂട്ടി നോക്കട്ടെ, സുന്ദരിയെ നോട്ടെ, അങ്ങോട്ട് തിരിഞ്ഞേ. അങ്ങനെ എല്ലാവരും ഒരു ടച്ചപ്പിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ വാഹനത്തിൽ കയറിയിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് പിന്നെ കുറച്ചുള്ളൂ നമ്മുടെ പാർട്ടിക്ക്. ഇതായിരിക്കണില്ലേ വിജയമാമൻ, അപ്പുമാമൻ, വല്യച്ഛനാണ് കേട്ടാ. ഇതെൻ്റെ പ്രശാന്തേട്ടൻ. അപ്പൊ നമുക്കിനി പാർട്ടിക്ക് പോവാം, അതായത് റിസപ്ഷന്റെ ഹാളിലേക്ക് എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ആളിന്റെ പേരെന്താ? സത്യം പറഞ്ഞ ഇതിന്റെ എല്ലാത്തിന്റെയും ഓൺ വോയിസ് ഇടാന്നാ ഞാൻ വിചാരിച്ചിരുന്നേ. എല്ലാവരും എന്റെ പോലെ വായാടികളായതുകൊണ്ട് തന്നെ, എന്റെ കുടുംബത്തിലെ എല്ലാവരും എന്നേക്കാൾ നന്നായി സംസാരിക്കുന്നവരായതുകൊണ്ട് തന്നെ ഓൺ വോയിസ് ഇട്ടാ നിങ്ങൾ എഴുന്നേറ്റ് ഓടും, അതുപോലെ കലപിലയാണ്. അപ്പൊ നമ്മള് ഹാളിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ മാമ ഒരു ഹായ് പറഞ്ഞേ. ഇതാണ് ഞങ്ങളുടെ അപ്പുമാമൻ. അമ്മയ്ക്ക് ഉണ്ടാ വൺ ലെയർ ഷോൾ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. വീഡിയോ ആണ്, വീഡിയോ. ഓക്കെ. അയാൾ ലേറ്റ് ഓഫ് ചെയ്തു.
ഉണ്ണീനെ മാറും. സോറി, അറിയോ ഈ കൊച്ചിന് ഇൻസ്റ്റാഗ്രാമിലുള്ള ക്യാമറമാനോൻ ജ്യൂസ് കുടിക്കുകയാണ്. എന്റെ ക്യാമറമാനോൻ ജ്യൂസ് കുടിക്കട്ടെ. കുടിച്ചിട്ട് അതിൽ വെക്കരുതിട്ട് സംശു. അങ്ങനെ എല്ലാവരും അവിടെ എത്തി വെള്ളം ദാഹമൊക്കെ തീർക്കാണ്. ഇനി നമുക്ക് ചെക്കനും പെണ്ണും കയറുമ്പോൾ സ്റ്റേജിലെ വിശേഷങ്ങളും വീട്ടുകാരും, നമ്മുടെ വീട്ടുകാരല്ലാതെ അവിടുത്തെ വീട്ടുകാരെ അധികം കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അവിടുത്തെ വീട്ടുകാരെയൊക്കെ കാണാം. എല്ലാവരും ഭയങ്കര നല്ല ആൾക്കാരാണ്. ഒരു ജാടയും ഇല്ലാത്ത, നന്നായി സംസാരിക്കുന്ന, നമ്മുടെ പോലെ തന്നെ നന്നായി എല്ലാത്തിലും കൂടുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവികുട്ടിയുടെ അച്ഛനും അമ്മയും അച്ചാച്ചനും അമ്മമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതാണ് ദേവികുട്ടിയുടെ അമ്മയും അമ്മമ്മയൊക്കെയാണ് വരുന്നത്. അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ചെക്കനും പെണ്ണിനെ അങ്ങോട്ട് കയറ്റിയാൽ മതി ഫോട്ടോഷൂട്ടിന് ശേഷം. പറഞ്ഞല്ലേ വീട്ടിൽ വന്നിട്ട് നേരെ എല്ലാവർക്കും അറിയാം, വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ജോയിനിങ് മാത്രമല്ല, രണ്ട് കുടുംബ ടൈമിൽ വളരെ സ്നേഹപൂർവ്വം തന്നെ വിഷയമാണ്. സോ നമ്മുടെ സ്റ്റാർസ് ഓഫ് ഡേ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്രൈഡ് ആൻഡ് ഗ്രൂം തന്നെയാണ്. സോ നമുക്ക് ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ നല്ലൊരു കയ്യടി കൊണ്ട് തന്നെ ഈ ഒരു വെന്യൂലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പേരൻസ് രണ്ടുപേരും സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്, ഫോർമൽ ടോപ്പിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും പേരൻസ് ആണ് ഫാമിലിയുടെ മെയിൻ ബാക്ക് ബോൺസ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിൽ ബ്രൈഡ് ആൻഡ് ഗ്രൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നത്തെ സ്റ്റാർസ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് സിബ്ലിങ്സിന് തന്നെയാണ്. സോ ഈ ലൊക്കേഷനിൽ നമ്മൾ സിബ്ലിങ്സിനെ കൂടി വളരെ
താങ്ക് യു സോ മച്ച്. ഈ ഒരു സൈഡിലെ ഫാമിലി ട്രീ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ്ലി നമുക്ക് ഗ്രൂമിൻ്റെ ഈ ഒരു സൈഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. ഗ്രൂമിൻ്റെ ഈ ഒരു സൈഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുള്ള സൈഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. നമുക്ക് സ്റ്റേജിലേക്ക് വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യാം. ഫാദർ മിസ്റ്റർ എസ് ഉണ്ണികൃഷ്ണൻ ആൻഡ് മദർ മിസസ് റീന ഉണ്ണികൃഷ്ണൻ, രണ്ടുപേരെയും വളരെ സ്നേഹപൂർവ്വം നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. താങ്ക് യു. ഒരു മെയിൻ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ്ലി നമുക്ക് സ്റ്റേജിലേക്ക് വളരെ സന്തോഷപൂർവ്വം തന്നെ സിബ്ലിങ്സിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, പ്രശാന്ത് ഏട്ടൻ മലയ്ക്ക് പോണ കാരനാണ് കേട്ടോ ബ്ലാക്ക് മുണ്ടൊക്കെ ഇട്ടേക്കണത്, മാല ഇട്ടേക്കാണേ. അപ്പൊ ഇനി അങ്ങോട്ട് ഫുള്ള് ഫോട്ടോ സെക്ഷനുകളാണ് കേട്ടോ. സമാധാന ഐശ്വര്യമൊക്കെ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തീർച്ചയായിട്ടും ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരു പ്രയോജനം. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാമിലിയുടെ ഒരു സമാധാന ഐശ്വര്യമൊക്കെ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരു പ്രയോജനം കൂടെ ഉള്ളതുകൊണ്ടാണ്. ഈ ഒരു ഒക്കേഷനിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാൻഡ് പേരൻസ് ശ്രീ കൃഷ്ണപിള്ളൈ അദ്ദേഹത്തെ നമുക്ക് വളരെ സ്നേഹപൂർവ്വം അങ്ങേയറ്റം ബഹുമാനപൂർവ്വം തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ നമ്മുടെ ഗ്രാൻഡ് പേരൻറ്റിനെ വളരെ സന്തോഷപൂർവ്വം തന്നെ ഈ ഒരു ഒക്കേഷനിൽ നമ്മുടെ ശോഭ ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ പേര് വിളിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും സ്റ്റേജിലേക്ക് എത്തണമെന്ന് സന്തോഷപൂർവ്വം തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. മുരളിയ വല്ലഭൻ സർ അതോടൊപ്പം തന്നെ സ്റ്റേജിലേക്ക് വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന പ്രിയ എസ് ദാസ് സ്റ്റേജിലേക്ക് വളരെ സന്തോഷപൂർവ്വം തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സ്റ്റേജിലെ തുടർന്നുള്ള സെറമണീസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. പ്രിയ എസ് ദാസ് സ്റ്റേജിലേക്ക് വളരെ സന്തോഷപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഏരിയയിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നത് അനൗൺസ് ചെയ്യുന്നു. പ്രിയ എസ് ദാസ് ഈ ഒരു ഹോളിൻ്റെ വെന്യൂവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സൈഡിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്റ്റേജിലേക്ക് എത്തണമെന്ന് അനൗൺസ് ചെയ്യുന്നു.
നന്ദുവിന് കേക്ക് കൊടുത്തില്ല ഗൈസ്. ഒരിക്കൽ കൂടി അനൗൺസ് ചെയ്യുന്നു. ബ്രൈഡ് ആൻഡ് ഗ്രൂമിനുള്ള ആശംസകൾ പാസ് ചെയ്യാൻ എത്തുന്ന സമയത്ത്
മോമോസും കൊണ്ട് നിൽക്കുകയാണ് നമുക്ക് കൊടുക്കാൻ. അമ്മാമൻ്റെ മോനാണ്. വെള്ളം വേണ്ടാന്ന് പറഞ്ഞു. കുട്ടികൾ പഠിപ്പിക്കണതാണോ? ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. കൂടിപ്പാവുടുത്ത് കനിത്താലവുമായി വിഷുക്കൈ നീട്ടമിൻ കയ്യിൽ തരുമ്പോൾ നിന്റെ മീരണ്ടം നിറയും തൊഴുതു കാലി ഞാനവിടെ പോയിരിക്കട്ടാ. ഞങ്ങളങ്ങനെ പാട്ടൊക്കെ വെച്ച് അങ്ങോട്ട് അടിച്ചു പൊളിച്ചു തുള്ളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൂ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ചെക്കനും പെണ്ണും ഫുള്ള് അവിടെയുള്ള എല്ലാവരും കൂടി അങ്ങോട്ട് കളിച്ച് തിമിർത്താടി. ഇപ്പം എൻ്റെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതേ നമ്മുടെ ദേവിച്ചിറ്റയുടെ മോള് അമ്മു, പിന്നെ കൈലാസ്, പിന്നെ ആ വെള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ദിലീപേട്ടൻ്റെ വൈഫ് രമ്യ ചേച്ചിയാണ് കേട്ടോ. മുമ്പ് നിശ്ചയത്തിൻ്റെ വീഡിയോയിൽ ഡാൻസ് കളിക്കുക രമ്യേച്ചിയായിരുന്നു എനിക്ക് പാർട്ട്ണറായിട്ടുണ്ടായിരുന്നത്. എൻഗേജ്മെൻറ്റിൻ്റെ വ്ളോഗ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും രമ്യ ചേച്ചീനെ. അപ്പോൾ നമ്മുടെ ശ്രീകുട്ടൻ എന്താ കുഞ്ഞാവേനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡാൻസ് കളിക്കാനായിട്ട്. ഈ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? മന്മദറാസ പാട്ടിനാണ് കേട്ടോ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കണേ. കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടും സ്പീഡ് കുറച്ചിട്ടിട്ടും പാട്ടിന് കോപ്പിറൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണേ. പാട്ടിടണം എന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഇപ്പോഴും ഈ കോപ്പിറൈറ്റിങ്ങിൻ്റെ പരിപാടി ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഈ പാട്ടിടാണ്ട് ഈ ഡാൻസ് കാണാൻ നല്ല കോമഡി ആയിട്ടുണ്ടല്ലേ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് 2 പ്രാവശ്യം പോസ്റ്റ് ചെയ്തപ്പോഴും കോപ്പിറൈറ്റ് അടിച്ചപ്പോൾ ഡിലീറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഈ പോർഷൻ അങ്ങോട്ട് കട്ടാക്കി കളയാം, ഡാൻസ് ഇടണ്ടാന്ന്.
പിന്നെ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അത്രയും അടിച്ച് പൊളിച്ച ടൈമാണ് ഞങ്ങൾ. കുറച്ചും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തോ. അത് ആ സൈഡിലിരുന്ന് കൈയടിക്കണ മുതലില്ലേ ഞങ്ങളുടെ വിജയമാമൻ വരെ എഴുന്നേറ്റ് വന്ന് കളിച്ചു കൂട്ടാ. പിന്നെ അമ്മയും വന്ന് കളിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മയായിരുന്നു എൻ്റെ വീഡിയോഗ്രാഫർ. നമശിവും അമ്മയായിരുന്നു എൻ്റെ വീഡിയോഗ്രാഫർ. പിന്നെ അവർ കളിക്കാൻ പോകുന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വീഡിയോഗ്രാഫർ ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള മുക്കാബില പാട്ടിന് കളിച്ചതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടാ. അപ്പോൾ അതാ നമ്മുടെ ദേവിയെക്കുട്ടി എത്തിയിട്ടുണ്ട്, ശ്രീകുട്ടൻ എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഒരു 1.5 ഡാൻസ് ആയിരുന്നു എൻ്റെ മക്കളെ. വയ്യാണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോന്നത്. വിജയമാമനും കൂടിയിട്ടുണ്ട്, കണ്ടില്ലേ? എന്താണെന്നറിയില്ല, ഇതുപോലെ അടിച്ചുപൊളി പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാലേ അനങ്ങാണ്ട് അങ്ങോട്ട് ഇരുന്ന് ആസ്വദിക്കാനുള്ളൊരു കഴിവ് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടില്ല. കുടുംബത്തോടെ എങ്ങനെയാണ് അടിച്ചുപൊളി പാട്ട് കേട്ടാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഡാൻസ് കളിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ഉറഞ്ഞു തുള്ളി അങ്ങോട്ട് തിമിർത്താടി കളിച്ചു കൂട്ടാ. ഇതേതാ പാട്ടെന്ന് മനസ്സിലായോ? മറ്റേ ആണ്ടവനെ അണി മനസ്സേ ഐലസ മോഹൻലാലിൻ്റെ പാട്ടില്ലേ, ആ പാട്ടായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനാ, പാട്ടിടാനുള്ള അവസ്ഥയില്ലാണ്ടായി പോയില്ലേ. എന്തായാലും നിങ്ങളിത് കാണുമ്പോൾ ആ പാട്ടൊന്ന് ഇട്ട് വെച്ചോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡാൻസ് കാണുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ നല്ല കോമഡിയാണ്. എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് അടിക്കാണ്ടിരിക്കാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാൽ മതി ചേച്ചിന്ന് എനിക്ക് കുറേ അറിവുള്ള ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടായേ. സ്പീഡ് കൂട്ടിയിട്ട കാരണം കാണുമ്പോൾ ഇപ്പോൾ ചിരി വരികയാണ്. അപ്പോൾ നിങ്ങൾ 2 പാട്ടുകൾ ഇട്ടിട്ട് പാട്ടിൻ്റെ ഒപ്പം ഈ ഡാൻസ് കാണൂ കേട്ടോ. ഇത്തവണത്തേക്ക് നിങ്ങൾ എന്നോട് ഒന്ന് ക്ഷമിക്കണം, അല്ലാതെ വേറെ ഒരു നിവർത്തിയുമില്ല. പിന്നെ ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ടിന് വല്ലാണ്ട് സൗണ്ട് പാടില്ല ആ ഭാഗത്ത്. അങ്ങനെ നമ്മുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. 10 മണിക്ക് ശേഷം വലിയ ഒച്ചപ്പാടും വെള്ളം പാടില്ല എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മടുത്തിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഡാൻസും പാട്ടൊക്കെ നിർത്തി പോരേണ്ടി വന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് ശ്രീകുട്ടനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ടയേർഡായി ഞങ്ങൾ കിടന്നുറങ്ങിപ്പോയിട്ടാ.
അങ്ങനെ ശ്രീകുട്ടൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്ങോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് പാർട്ടിയുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ടാറ്റാ ബൈ, സീ യു.